ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് അപ്സ്റ്റോക്കിൻ്റെ ആപ്പിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ്ലി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും, ഒന്ന് ഓർഡർ എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ രണ്ട് രീതി പെട്ടെന്നൊന്ന് പറയാം. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുകയാണ്. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ലിങ്ക് അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ലിങ്കാണ്. നിങ്ങൾക്ക് ഒരു ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10-15 മിനിറ്റ് സമയം കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏഞ്ചൽ ബ്രോക്കിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഡിജിറ്റൽ റെഫർ അസോസിയേറ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ തന്നെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കൊരു റെഫറൽ ലിങ്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ട് ആൾക്കാരെ റെഫർ ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ അപ്സ്റ്റോക്കിൻ്റെ ആപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്സ്റ്റോക്കിൻ്റെ ആപ്പ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓപ്പൺ ആയി കഴിയുമ്പോൾ ആദ്യം വരുന്ന വാച്ച് ലിസ്റ്റാണ് വരുന്നത്. ഞാൻ ITCയിൽ ചെയ്ത് കാണിച്ചു തരാം. ITCയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ബൈ എന്നുള്ളതും സെല്ല് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്പൺ ആകുമ്പോൾ സാധാരണ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഓപ്ഷനാണ് ക്വാണ്ടിറ്റി അടിക്കാനുള്ളത്. ഇവിടെയാണ് ഓർഡർ കോംപ്ലക്സിറ്റി. ഇവിടെയാണ് നമ്മൾ എല്ലാം സെലക്ട് ചെയ്യണം. അതായത് കവർ ഓർഡറാണോ, അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡറിന് അപ്സ്റ്റോക്കിൻ്റെ ആപ്പിനകത്ത് കവർ ഓർഡർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡറാണോ അതിനിവിടെ OCO ഓർഡർ എന്നാണ് പറയുന്നത്. അതെല്ലാം സെലക്ട് ചെയ്യണ ഓപ്ഷനാണ്. ഇവിടെ ലിമിറ്റ് ഓർഡറാണോ മാർക്കറ്റ് ഓർഡറാണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെയാണ് നമ്മുടെ സിമ്പിൾ ഓർഡറാണെങ്കിൽ ബൈ പ്രൈസ് ഒക്കെ അടിക്കാനുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡറാണെങ്കിൽ ഇവിടെ അതിനുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇത് പ്രോഡക്റ്റ് ടൈപ്പ് ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. വാലിഡിറ്റി ആണ് ഇവിടെ സെലക്ട് ചെയ്യണേ. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു. ഈ ഓർഡർ കോംപ്ലക്സിറ്റി സെലക്ട് ചെയ്യുകയാണ്. സിമ്പിൾ എന്ന് പറ്റി ഓരോന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഡയറക്റ്റ്ലി ഒരു ബൈയോ സെൽ ഓർഡറാണ്. സിമ്പിൾ ഓർഡർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓർഡറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ OCO എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് വൺ ക്യാൻസൽ ദി അതർ. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡറും സെറ്റ് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ഓർഡറും മെയിൻ ഓർഡറിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതുകൊണ്ട് CO എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. CO ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് CO സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും പ്രോഡക്റ്റ് ടൈപ്പ് ഇൻട്രാഡേ മാത്രമേ ഒന്നുള്ളൂ. പിന്നെ നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. മെയിൻ ഓർഡറിനെ നമുക്ക് മാർക്കറ്റ് ഓർഡറായിട്ട് ബൈ ചെയ്യാം, ഓർ ലിമിറ്റ് ഓർഡറായിട്ട് ബൈ ചെയ്യാൻ പറ്റും. ഞാനിവിടെ മാർക്കറ്റ് ഓർഡർ ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് അടിക്കാൻ ഓപ്ഷനില്ല. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാൻ ഇവിടെ ലിമിറ്റ് സെലക്ട് ചെയ്യുകയാണ്. ലിമിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ലിമിറ്റ് പ്രൈസ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആക്കാൻ്റെ റേഞ്ച് വരെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും രൂപയ്ക്ക് ഉള്ളിലായിരിക്കണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 165 കൊടുക്കുകയാണെങ്കിൽ 165 വരുമ്പോൾ ആ ഓർഡർ മെയിൻ ഓർഡർ എക്സിക്യൂട്ട് ആവും. മെയിൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്, അതായത് നമ്മുടെ ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് വന്ന് ഒരു പ്രൈസിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 160 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ മെയിൻ പ്രൈസ് കുറഞ്ഞ് വന്ന് 165 ആകുമ്പോൾ മെയിൻ ഓർഡർ എക്സിക്യൂട്ടായി. അത് കഴിഞ്ഞ് വീണ്ടും പ്രൈസ് കുറയുവാണെങ്കിൽ 160ലേക്ക് എത്തുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിക്യൂട്ടായിട്ട് അത് ഓട്ടോ സ്ക്വയർ ഓഫ് ആയി പോകും. അപ്പോൾ ആ സ്ക്വയർ ഓഫ് ആവുന്ന സമയത്ത് നമ്മുടെ ലോസ് ഒരു 5 rupees പെർ ഷെയർ എന്ന രീതിയിൽ ലിമിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇവിടെ റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. ക്വാണ്ടിറ്റി അടിക്കാം. ക്വാണ്ടിറ്റി ഒരു 10 കൊടുത്തു. അത് റിവ്യൂ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നേ വിചാരിക്കുന്നു. നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 165 മെയിൻ ഓർഡർ എക്സിക്യൂട്ട് 10 ക്വാണ്ടിറ്റി ബൈ ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് കുറഞ്ഞ് വരുവാണെങ്കിൽ 160 എത്തുവാണെങ്കിൽ ആ ഓർഡർ 10 ക്വാണ്ടിറ്റിയുടെ ഓർഡർ സെല്ലാവും. അപ്പോൾ നമ്മുടെ ലോസ് 10 × 5 50 rupees നമ്മുടെ ലോസ് അവിടെ ലിമിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഡയറക്റ്റ്ലി നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യണ മെത്തേഡ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു ഹോൾഡിങ്സിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ബൈ ചെയ്ത സാധനം സ്റ്റോപ്പ് ലോസ് അങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഉള്ളതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പോർട്ട്ഫോളിയോയിൽ ITCയുടെ 2 ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ നമുക്കിവിടെ ബൈയും സെല്ലും കാണാൻ സാധിക്കും. ഞാൻ അവിടെ ബൈ ചെയ്യുന്ന സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. NSN BCN സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് ഓൾറെഡി ബൈ ചെയ്ത സാധനം ആയതുകൊണ്ടാണ് ഡെലിവറി എന്നുള്ള ഓപ്ഷനാണ്. ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഒറ്റ ഡേക്കാണ് വാലിഡിറ്റി ഉള്ളൂ. ഞാനിവിടെ അപ്പോൾ നമ്മൾ ഓൾറെഡി ബൈ ചെയ്തതിൽ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് ഓർഡർ ടൈപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ മാർക്കറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ലിമിറ്റ് ഓർഡർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലാണ് സ്ക്വയർ ഓഫേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ വേറൊരു പ്രൈസ് 165 എന്നുള്ള 163ലേക്കാണ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് പ്രൈസ്, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അവിടെ സ്ക്വയർ ഓഫ് ചെയ്തേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ളത് ലിമിറ്റ് പ്രൈസിലാണ് പറഞ്ഞത്, മാർക്കറ്റിനാണ് പറഞ്ഞത് ലിമിറ്റ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് സെൽ പ്രൈസ് എത്രയാണ്,
ട്രിഗർ പ്രൈസ് എത്തുന്നത്. ഈ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് എത്തുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ 161.1 കൊടുത്തുന്നിരിക്കുക. ഈ 161 എത്തുമ്പോഴാണ്, അതായത് കറണ്ട് പ്രൈസ് കുറഞ്ഞ 161 ഈ ഓർഡർ മാർക്കറ്റിലേക്ക് അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എത്ര പ്രൈസാണ് നമ്മൾ എൻട്രി ചെയ്തേക്കണേ ആ പ്രൈസിനാണ് അയക്കുന്നത്. ഞാനിവിടെ ചെയ്തെന്ന് വെച്ചാൽ 161.1 ഇവിടെ സെൽ പ്രൈസ് 161 കൊടുത്തുന്നിരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി 2 ഓർഡർ വന്നിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് കുറഞ്ഞ് ഈ പ്രൈസ് എത്തുമ്പോൾ മാർക്കറ്റിലേക്ക് ഈ ഓർഡർ അങ്ങ് അയക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞ് ഈ പ്രൈസ് എത്തുകയാണെങ്കിൽ 161 എന്നുള്ള പ്രൈസ് എത്തുകയാണെങ്കിൽ ഈ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം, നമുക്ക് രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമയം ആ പ്രൈസ് എത്തുമ്പോൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. അത് നമ്മൾ ഇൻട്രാഡേയുടെ കേസിലാണെങ്കിലും സെയിം വേ ആണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ ക്വസ്റ്റ്യൻസിൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ലിങ്ക് യൂസ് ചെയ്യാൻ എനിക്കൊരു ചെറിയ റെഫറൽ കമ്മീഷൻ കിട്ടും. എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.